നെഗറ്റീവ് ചില ആൾക്കാർ ബാഹുബലി പ്രതീക്ഷിച്ച് വന്ന്, ചില ആൾക്കാർ മറ്റേ ക്യാമിയോ ഒക്കെ ജയിലറും. പക്ഷേ ക്ലൈമാക്സിൽ പ്രഭാസിൻ്റെ ഒരു ഐറ്റം ഉണ്ട്, അത് ഒന്നൊന്നര ഐറ്റം ഉണ്ട്. കൂടുതൽ എക്സ്പെക്ടേഷനോടെ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. കമലഹാസൻ സാറിൻ്റെ ഒരു ഗസ്റ്റ് റോളല്ല പറഞ്ഞു വിടാം. ബ്രഹ്മാണ്ഡം പൊളി. കൽക്കി അടിപൊളി സിനിമയാണ്. നമ്മുടെ കമലഹാസൻ സാറിൻ്റെ ഒരു ഗസ്റ്റ് റോളല്ല പറഞ്ഞു വിടാം. ഫുള്ള് അടിപൊളി പടം. ലാസ്റ്റ് 20 മിനിറ്റ് ആയിരുന്നു, കുറച്ച് ലാഗൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് 20 മിനിറ്റ് ആയപ്പം കിട്ടില്ലായിട്ടുണ്ട്. ഒരു സൂപ്പർ സിനിമ. കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് ചെറിയൊരു ലാഗുണ്ട്, സെക്കൻഡ് ഹാഫ് പൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. സെക്കൻഡ് പാർട്ട് പക്കാ വെയിറ്റ്. കൊള്ളാം ബ്രോ, നൈസായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ലാഗായിരുന്നു, സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു. നല്ല പടമായിരുന്നു. വിഷയം പടം നൈസ് പടമായിരുന്നു. കുഴപ്പമില്ല, കൊള്ളായിരുന്നു. അത്യാവശ്യം നമ്മൾ തുടക്കം ഇച്ചിരി ലാഗായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല രസമായിരുന്നു. നല്ല കണക്ഷൻ ആയിരുന്നു മഹാഭാരതത്തായിട്ട്. നല്ല കൊള്ളാം, നല്ല എക്സ്പീരിയൻസ്. നല്ലതായിരുന്നു, നല്ല പടം. അടിപൊളി, കൊള്ളാം. ഇല്ല, നെഗറ്റീവ് ഒന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല സിനിമ, നല്ല പടം. ലാസ്റ്റൊക്കെ അടിപൊളിയാണ്. ക്ലൈമാക്സ് ഒക്കെ ഫസ്റ്റ് ഹാഫ് മാത്രമേ കുറച്ചത് നല്ല അടിപൊളിയാണ്. നല്ല സിനിമ, നല്ല പടം, നല്ല സിനിമയായിരുന്നു. കൊള്ളായിരുന്നു, നല്ലതായിരുന്നു. പടത്തെക്കുറിച്ച് നല്ലതായിരുന്നു. നല്ല മാത്രിടിയൊക്കെ നല്ലതായിരുന്നു. കുഴപ്പമില്ല. കൂടുതൽ എക്സ്പെക്ടേഷനോടെ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇഷ്ടപ്പെടുന്നതല്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ചും കൂടെ ഒരു റിയൽ ഫിലിമിൻ്റെ ഒരു ഇതാണല്ലോ. ഇത് സെക്കൻഡ് പാർട്ടും കൂടെ വരുന്നതുകൊണ്ട് ഇനി വെയിറ്റ് ചെയ്ത് വേണം കാണാനായിട്ട്. ഇപ്പോൾ കുറേ സിനിമകൾ ഇറങ്ങുന്ന എല്ലാത്തിനും ഫസ്റ്റ് പാർട്ട് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് പാർട്ട് കാണുന്നവരെ വെയിറ്റ് ചെയ്താലേ കഥ എന്താണെന്ന് കൂടെ മനസ്സിലാകത്തുള്ളൂ. കിടലം പടം കുഴപ്പമില്ല. വിഷ്വൽസൊക്കെ അടിപൊളി. ലൈക്ക് ഒരു ഇന്ത്യൻ പടമാണെന്ന് പറയത്തില്ല, അങ്ങനത്തെ ഒരു കിടലം പടം. പ്രഭാസിനെ ലൈക്ക് യൂഷ്വൽ മാസ് ക്യാരക്ടർ അല്ലാണ്ട് ഒരു കോമഡി ക്യാരക്ടർ പ്ലേസ് ചെയ്ത് എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളിയായിരുന്നു. കുഴപ്പമില്ല. എടുത്തു പറയുന്നത് അമിതാഭ് ബച്ചൻ്റെ പെർഫോമൻസ് കൊള്ളാം. പിന്നെ ആ വിഷ്വൽ VFX ഒക്കെ നല്ലതായിട്ടുണ്ട്. 3D കൊള്ളാം. ലൈക്ക് നല്ലൊരു എഫക്റ്റ് ഉണ്ട്. വർക്കായിട്ടുണ്ട്, പടം ഫുള്ളും വർക്കായിട്ടുണ്ട്. വെർത്താണ് പടം കാണാൻ. പ്രഭാസിന് ഇതേപോലത്തെ ഒരു ക്യാരക്ടർ കിട്ടിയാൽ പ്രഭാസിന് നല്ലതായിരിക്കും ഉറപ്പായിട്ടും. നെഗറ്റീവ് ചില ആൾക്കാർ ബാഹുബലി പ്രതീക്ഷിച്ച് വന്ന്, ചില ആൾക്കാർ മറ്റേ ക്യാമിയോ ഒക്കെ ജയിലറും ലെവലിൽ ഉദ്ദേശിച്ചത്, അതുകൊണ്ടായിരിക്കും. പടം പക്ഷേ കിടലായിട്ടുണ്ട്, നല്ല പടം. അടിപൊളി, കൊള്ളാം, നല്ല പടം എന്നാണ്. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ചെറിയൊരു ഇതുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫാണ് നല്ല ഇതായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ നാഗാശുവിൻ്റെ ആ ഡയറക്ഷൻ അത് നല്ലൊരു രസം. പ്രഭാസ് ഫസ്റ്റ് ഹാഫിൽ എന്ന് വെച്ചാൽ പ്രഭാസ് ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഇതൊക്കെ ഉണ്ട്, പക്ഷേ ക്ലൈമാക്സിൽ പ്രഭാസിൻ്റെ ഒരു ഐറ്റം ഉണ്ട്, അത് ഒന്നൊന്നര ഐറ്റം ഉണ്ട് സംഭവം. പിന്നെ ബാക്കി ഇതിൽ എടുത്ത് പറയാനുള്ള അമിതാഭ് ബച്ചൻ്റെ ആ ഒരു അഭിനയമാണ്. അമിതാഭ് ബച്ചൻ നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളവർ നോക്കണമെങ്കിൽ ചെറിയ ചെറിയ ഇതിലായിട്ട് അഭിനയിച്ചിട്ടുള്ളൂ. അമിതാഭ് ബച്ചനാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ പ്രഭാസ് അത് ക്ലൈമാക്സിൽ അറിയാൻ പറ്റുള്ളൂ. പിന്നെ എന്തായാലും ഇത് മസ്റ്റ് തിയേറ്റർ വാച്ചാണ്, ആരും മിസ് ചെയ്യില്ല.